Hello students, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് NCERTയിലെ ഈ പറയുന്ന ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ് എന്നുള്ളൊരു ലെസൺ ആണ്. നോക്കാം നമുക്ക് ഈ ലെസണിൽ എന്താ പറഞ്ഞിരിക്കണേന്ന്. ഓക്കെ, ന്യൂട്രിയൻസ് ആൻഡ് ന്യൂട്രീഷൻ. നമുക്കറിയാം കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ എന്ത് കാണുന്നുണ്ട്, ഈ പറയുന്ന ന്യൂട്രിയൻസ് എന്താണ്, ന്യൂട്രീഷൻ എന്താണെന്നുള്ളതെല്ലാം നോക്കിയായിരുന്നു അല്ലേ. ഈ ഭൂമിയിലുള്ള എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും ഫുഡ് ആവശ്യമാണ് അല്ലേ, ഭക്ഷണം ആവശ്യമാണ്. അവർക്ക് എനർജി തരാനും അല്ലെങ്കിൽ അവരുടെ വളർച്ചയ്ക്കും റിപ്പയർമെൻറ്റും അതുപോലെ അവരുടെ റീപ്രൊഡക്ഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്പണൻസ് ആണ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ജനറലി നമ്മൾ എങ്ങനെയാണ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ന്യൂട്രിയൻസാണ് പഠിച്ചത്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീനുകൾ, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, ഇതെല്ലാം ന്യൂട്രിയൻറ്റുകളുടെ പെടും. മേജറായിട്ട് ന്യൂട്രിയൻസ് നമ്മൾ നോക്കിയായിരുന്നു കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന എല്ലാ ന്യൂട്രിയൻറ്റുകളും റൈറ്റ് ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ന്യൂട്രീഷൻ എന്ന് വിളിക്കും. ഓക്കെ, എല്ലാം പ്രോപ്പറായിട്ടുള്ള അളവിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എന്താ വിളിക്കുക? ന്യൂട്രീഷൻ എന്നാണ് വിളിക്കുക. ഇനി ഈ പറയുന്ന നമുക്കറിയാം ന്യൂട്രീഷനിൽ നമ്മൾ മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ജനറലി നമുക്കറിയാം ഗ്രീൻ പ്ലാന്റുകൾക്ക് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഫോട്ടോസിന്തസിസ് യൂസ് ചെയ്തിട്ട്. സോ അവരാരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ആനിമൽസ് അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമൻ ബീങ്സ് ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് ഇതുപോലെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ്ലിയോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലിയോ ഈ പറയുന്ന പ്ലാന്റ്സിനെ ഫുഡിന് വേണ്ടി എന്ത് ചെയ്യാറുണ്ട്? ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. സോ ജനറലി ഈ ന്യൂട്രീഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പിലാണ് നമ്മൾ പറയുക. ഒന്ന് ഓട്ടോട്രോഫിക് എന്നും പിന്നെ ഒന്ന് ഹെറ്ററോട്രോഫിക് എന്നും. ഓക്കെ ആണല്ലോ, ഓട്ടോട്രോഫിക്കും ഉണ്ട് ഹെറ്ററോട്രോഫിക്കും ഉണ്ട്. അപ്പോൾ എന്താണ് ഓട്ടോട്രോഫിക്? അതിൻ്റെ പേര് കൊണ്ട് എന്താ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഓട്ടോ മീൻസ് സെൽഫ് എന്നാണ്. ഓക്കെ, ഓട്ടോ മീൻസ് എന്താണ്? സെൽഫ് എന്നാണ്. ട്രോഫോസ് എന്ന് പറഞ്ഞാൽ എന്താ? നറിഷ്മെൻ്റ് ആണ്. ഓക്കെ, സ്വന്തമായിട്ട് നറിഷ് ചെയ്യാൻ അവർക്ക് പറ്റും. ഓക്കെ, സിമ്പിൾ സബ്സ്റ്റൻസസുകളിൽ നിന്ന് അവർക്ക് ഫുഡ് സ്വയമേ പ്രിപ്പയർ ചെയ്യാനുള്ള കഴിവുണ്ട്. അതിനെയാണ് ഓട്ടോട്രോഫിക് എന്ന് വിളിക്കുക. എക്സാമ്പിളാണ് പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ എന്ത് ചെയ്യാൻ പറ്റും? ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റും. ഇനി പ്ലാന്റ്സ് മാത്രമല്ല, ഇപ്പോൾ അക്വാട്ടിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഓഷ്യനൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുള്ള ഫൈറ്റോ പ്ലാങ്ക്ടൺ അല്ലെങ്കിൽ ലൈക്ക് ഇപ്പം സൈനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗി എന്നൊക്കെ വിളിക്കുക. ആക്ച്വലി അത് ബാക്ടീരിയ അല്ല, ആക്ച്വലി അതൊരു ആൽഗിയാണ്, മാക്രോ ആൽഗിയാണ്, ബ്ലൂ ഗ്രീൻ ആൽഗി എന്ന് പറയും. അപ്പോൾ ഇവരാണ് അക്വാട്ടിക് ആയിട്ടുള്ള വാട്ടർ ബോഡീസിലൊക്കെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് ഇവരും നടത്താറുണ്ട്. ഓക്കെ ആണല്ലോ. സോ പ്ലാന്റ്സും ഈ പറയുന്ന ബ്ലൂ ഗ്രീൻ ആൽഗിയും ഒക്കെ ഓട്ടോട്രോഫിക്കുകളാണ്. ഇനി എന്താണ് ഹെറ്ററോട്രോഫ്സ്? നമുക്കറിയാം ഹെറ്ററോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർ. ഇപ്പം അതായത് ഇപ്പം മനുഷ്യൻ അല്ലെങ്കിൽ ആനിമൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള നറിഷ്മെന്റിന് വേണ്ടിയിട്ട് അവർ മറ്റുള്ളവരെ അല്ലെങ്കിൽ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെയാണ് ഹെറ്ററോട്രോഫ് എന്ന് പറയാം. സ്വന്തമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ടൈപ്പ് ഓഫ് ന്യൂട്രീഷനെയാണ് എന്ത് വിളിക്കുക? ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ. ഇനി ഫോട്ടോസിന്തസിസ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോൾ എന്താ? പ്ലാന്റ്സ് അറ്റ്മോസ്ഫിയറിലുള്ള റോ മെറ്റീരിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇനോർഗാനിക് മെറ്റീരിയൽ ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ വെള്ളവും കൂടെ ചേർന്ന് എന്തിൻ്റെ പ്രസൻസിൽ? സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ക്ലോറോഫിൽ വെച്ചിട്ടാണ് റിയാക്ഷൻ നടക്കുന്നത്. എന്നിട്ട് എന്തായി മാറുകയാണത്? പ്രൊഡക്റ്റ് എന്താണ്? കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഓക്സിജൻ ഈ പറയുന്ന സറൗണ്ടിങ്ങിലോട്ടോ അല്ലെങ്കിൽ എൻവയൺമെന്റിലോട്ടോ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനെയാണ് ജനറലി എന്ത് വിളിക്കുക? ഫോട്ടോസിന്തസിസ് എന്ന് പറയാം. അപ്പോൾ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് പ്ലാന്റിന് മാത്രമല്ല, ജനറലി എല്ലാ ലിവിങ് ഓർഗാനിസത്തിന്റെ കേസിലാണെങ്കിലും അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് സണ്ണാണ്. സണ്ണിനെയാണ് ഈ പറയുന്ന എനർജിക്ക് വേണ്ടി അല്ലെങ്കിൽ ലൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ പറയുന്ന ഫോട്ടോസിന്തസിസിന് വേണ്ടി പ്ലാന്റ്സും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്? സണ്ണിനെ തന്നെയാണ്. സൺലൈറ്റിൽ നിന്നാണ് ഈ പറയുന്ന എല്ലാ പ്രിപ്പറേഷൻ. ഓക്കെ, ഇനി എവിടെ വെച്ചിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്? നമുക്കറിയാം ഇലകളിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അല്ലേ. പച്ച നിറത്തിലുള്ള ഇലകളിൽ വെച്ചിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കാറ്. അപ്പൊ ഈ പറയുന്ന ഗ്രീൻ ലീവ്സിനെ എന്താ വിളിക്കുക? ജനറലി ഫുഡ് ഫാക്ടറീസ് ഓഫ് പ്ലാന്റ്സ് എന്ന് വിളിക്കും. ഫുഡ് ഫാക്ടറീസ് ഓഫ് പ്ലാന്റ്സ് എന്താന്ന് വെച്ചാൽ ഒരു പ്ലാന്റിന്റെ ലീവ്സിനെയാണ് വിശേഷിപ്പിക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് ഫോട്ടോസിന്തസിസ് എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത് തന്നെ. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഇലകൾ എന്ന് പറയുന്നത് ഫുഡ് ഫാക്ടറീസ് ആണ് അല്ലെങ്കിൽ അടുക്കളയാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇനി ഫോട്ടോസിന്തറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇപ്പം ഭയങ്കര നമ്മൾ പഠിച്ചായിരുന്നു അത് ഓൾറെഡി. ഡെസേർട്ട് ഏരിയ അല്ലെങ്കിൽ അരിഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും നടക്കുക?
ഈ പറയുന്ന കാക്ടസിന്റെ കേസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായി സ്റ്റെമ്മാണ് ഫോട്ടോസിന്തസിസ് നടത്താറ്. ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് സ്റ്റെം ആണെന്ന് പഠിച്ചു. സ്റ്റെമ്മിനും ഈ അത്യാവശ്യം ഒരു ഗ്രീൻ കളർ ഷെയ്ഡൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ചെടികളിലും ലീഫ് മാത്രമല്ല സ്റ്റെംസും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോട്ടോസിന്തസിസ് നടത്തുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമുക്കറിയാം ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പ്ലാന്റ് അബ്സോർബ് ചെയ്ത് എടുക്കും, എയറിൽ നിന്ന് എടുക്കണമല്ലോ. അത് എടുക്കുന്നത് ആക്ച്വലി ഒരു ടൈനി ആയിട്ടുള്ള പോറിൽ നിന്നാണ്. ഇലയുടെ അടിഭാഗം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇലയുടെ ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള മൈക്രോസ്കോപ്പൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നോക്കാൻ. ഓക്കെ, അപ്പോൾ ഈ ഇലയ്ക്കകത്ത് ടൈനി പോറുകളുണ്ട്. അവരെയാണ് എന്ത് വിളിക്കുക, സ്റ്റൊമാറ്റ എന്ന് വിളിക്കുക. സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ ടൈനി പോറാണ്. ഈ പറയുന്ന ഇലയുടെ സർഫസിൽ കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഇലയുടെ പാർട്ടാണ് സ്റ്റൊമാറ്റ. അപ്പോൾ ഈ സ്റ്റൊമാറ്റ ആക്ച്വലി ഒരു ഓപ്പണിംഗ് ആണ്, കുഞ്ഞു കുഞ്ഞു ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഇതിന് ചുറ്റും അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പോറിനെ സറൗണ്ട് ചെയ്തിട്ട് എന്തുണ്ട്, ഗാർഡ് സെൽ ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇവിടെ നമുക്ക് ഫിഗർ നോക്കാം. നോക്കിയേ, ഇതാണ് കുഞ്ഞ ഓപ്പണിംഗ്. ഓക്കെ, ഇതിനെയാണ് എന്താ വിളിക്കുക, സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് എന്ന് വിളിക്കുക. സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ്. ഇനി അതിന് ചുറ്റും എന്തുണ്ട്, കുറച്ച് ഗാർഡ് സെല്ലുകളുണ്ട്. ഓക്കെ, ഗാർഡ് സെൽസ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഗാർഡ് സെൽസ് ആണത്. അപ്പൊ ഇത് ജനറലി നമ്മൾ ഇത് രണ്ടിനെയും ചേർത്ത് സ്റ്റോമ എന്ന് വിളിക്കുന്നത് മാത്രം. ഓക്കെ ആണല്ലോ, സ്റ്റോമ. ഇനി നമുക്കറിയാം പ്ലാന്റ്സിന് വെള്ളം കിട്ടുന്നത് റൂട്ട് വഴിയാണ് അല്ലേ. റൂട്ടാണ് വാട്ടർ അബ്സോർബ് ചെയ്യാറ്. എന്നിട്ട് എവിടേക്ക് എത്തിക്കും, അത് ലീവ്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും. എന്ത് വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക, കുറച്ച് കുഴലുകളുണ്ട് പ്ലാന്റിനകത്ത്, പൈപ്പ് പോലെയുള്ള കുറച്ച് കുഴലുകളുണ്ട്, വെസൽസ് എന്ന് പറയും. ആ ടൈപ്പ് ഓഫ് വെസൽസ് പിന്നീട് നമ്മൾ പഠിക്കും. അപ്പോൾ ഈ വെസൽസ് വഴിയാണ് വാട്ടർ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് ലീഫിലോട്ട്. ഓക്കെ, ഇനി അതേസമയം തിരിച്ച് പ്ലാന്റ് പ്രിപ്പയർ ചെയ്ത അല്ലെങ്കിൽ ലീഫ് പ്രിപ്പയർ ചെയ്ത ഫുഡ് എവിടേക്ക് എത്തും, വേരിന്റെ അടിഭാഗം വരെ എത്തണം അല്ലേ. അതിന് വേണ്ടിയിട്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള വെസലുകൾ എവിടെയുണ്ട്, പ്ലാന്റിനകത്തുണ്ട്. ഓക്കെ, ഇനി നമുക്കറിയാം ഈ പറയുന്ന ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ഇലകളിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു. ആ ഒരു ഇലകളിൽ ഫോട്ടോസിന്തസിസ് നടക്കാനുള്ള റീസൺ തന്നെ ആ ഒരു പിഗ്മെന്റ് ഉള്ളതുകൊണ്ടാണ്. ഒരു ഗ്രീൻ കളർ പിഗ്മെന്റ് ഇലയ്ക്ക് കൊടുക്കുന്നതിന് കാരണം ആരാണ്, ക്ലോറോഫിൽ എന്ന് പറഞ്ഞ ഒരു പിഗ്മെന്റ് ആണ്. അപ്പോൾ ഈ ക്ലോറോഫിൽ ഇലയ്ക്കകത്ത് ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ സ്റ്റെമ്മിനകത്ത് ആ ക്ലോറോഫിൽ ഉള്ളത് കൊണ്ടാണ് എന്ത് നടക്കുന്നത്, ഫോട്ടോസിന്തസിസ് പ്ലാന്റ്സിലൊക്കെ നടക്കുന്നത്. ഇനി ഒരു ഫോട്ടോസിന്തസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഫോട്ടോസിന്തസിസ് നടന്നില്ലെങ്കിലോ നമുക്ക് നമ്മുടെ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്ലാന്റ്സിനെയാണ് ഫുഡിന് വേണ്ടിയിട്ട്. അപ്പോൾ ഫുഡ് തന്നെ ഉണ്ടാവില്ല. പിന്നെ നമുക്ക് നമ്മുടെ ഹ്യൂമൻസിനാണെങ്കിലും അല്ലെങ്കിൽ അനിമൽസിനാണെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ജീവനെ നിലനിർത്തുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മൾ ബ്രീത്തിങ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് എന്ത് വേണം, ഓക്സിജൻ വേണം. അപ്പോൾ ഈ ഫോട്ടോസിന്തസിസ് നടന്നില്ലെങ്കിൽ ഈ പറയുന്ന ഓക്സിജൻ എന്ത് ചെയ്യുന്നില്ല, അറ്റ്മോസ്ഫിയറിലോട്ട് റിലീസ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ സറൗണ്ടിങ്ങിലോട്ട് റിലീസ് ചെയ്യപ്പെടുന്നില്ല. സോ ഓക്സിജൻ ഇല്ലാത്ത ഒരവസ്ഥ വരും, അനറോബിക് കണ്ടീഷൻ വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജീവൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ നമുക്ക് പറ്റത്തില്ല. ഓക്കെ, അതാണ് മേജർ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഫോട്ടോസിന്തസിസിന്റെ റെസ്പിറേഷൻ അത് തടസ്സപ്പെടുത്തും. ഓക്കെ, ഇനി പ്ലാന്റ്സിനും പ്ലാന്റിനകത്തുള്ള പ്ലാന്റിന്റെ ന്യൂട്രിയൻസ് ഉണ്ടല്ലോ, ആ ന്യൂട്രിയനിൽ എന്തെല്ലാം വരുന്നുണ്ട്, കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, അതിന്റെ കൂടെ നൈട്രജൻ എലമെന്റ്സ് ഉണ്ട് പ്ലാന്റ് ന്യൂട്രിയൻസിന്റെ കേസിൽ. ജനറലി അതിനെ മൊത്തത്തിൽ പ്രോട്ടീൻ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, അപ്പോൾ ഈ നൈട്രജൻ എന്ന് പറയുന്നത്, നൈട്രജന്റെ കേസ് നോക്കുവാണെങ്കിൽ അറ്റ്മോസ്ഫിയറിലാണ് അല്ലെ, നമ്മൾ പഠിക്കുന്നുണ്ട് 78% ബൈ വോളിയം അറ്റ്മോസ്ഫിയറിൽ നൈട്രജന്റെ അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അളവുണ്ട് ബൈ വോളിയം. അപ്പം ഈ നൈട്രജൻ എന്ന് പറയുന്നത് 78%, നമുക്കറിയാം 78% നൈട്രജൻ അറ്റ്മോസ്ഫിയറിലുണ്ട്. സെക്കൻഡ് മോസ്റ്റ് ആരാ ഉള്ളത്, ഓക്സിജൻ ആണ്, 21% അറൗണ്ട് ഉണ്ട്. പിന്നെ ആരാ പറഞ്ഞ, ആർഗൺ ആണ്, അറൗണ്ട് 0.9% സംതിങ് ആണ് ആർഗൺ വരുന്നത്. ഇപ്പോൾ ഇവരെല്ലാം പെർമനന്റ് ആയിട്ടുള്ള ഫിക്സഡ് ആയിട്ടുള്ള മേജർ ക്വാണ്ടിറ്റീസ് ഉള്ള ഗ്യാസസ് ആണ് അറ്റ്മോസ്ഫിയറിൽ. സോ ഇപ്പോൾ ഇവരുടെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പെർസെൻറ്റേജ് ഓഫ് വോളിയം ഇല്ല, അതിൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഓക്കെ, സോ അത്രയും ഫിക്സഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണ് അവരുടെ ആ ഒരു ഷെയർ എന്ന് പറയുന്നത്. 78% നൈട്രജൻ അറ്റ്മോസ്ഫിയറിലുണ്ട്. അപ്പോൾ ഈ നൈട്രജൻ എന്ന് പറയുന്നത് ഏറ്റവും നമുക്കറിയാം മോസ്റ്റ് അബണ്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്യാസും കൂടിയാണ് അറ്റ്മോസ്ഫിയറിൽ നൈട്രജൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ നൈട്രജന് പ്ലാന്റ്സിന് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എന്ത് ചെയ്യും, അതിനെ കുറച്ച് ബാക്ടീരിയാസ് എന്തിലുണ്ട്,
സോയിലുണ്ട്. അതിനെ നമ്മൾ എന്താ വിളിക്കുക? റൈസോബിയം എന്നൊക്കെയാണ് വിളിക്കുക. അപ്പോൾ ഈ ബാക്ടീരിയ ഈ പറയുന്ന ഗേഷ്യസ് ആയിട്ടുള്ള നൈട്രജൻ, അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ ഒരു പ്ലാന്റ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്കായിട്ട് മാറ്റും. ഓക്കെ, നൈട്രേറ്റിൻ്റെ രൂപത്തിലേക്കൊക്കെ ആയിട്ട് മാറ്റും. എന്നിട്ട് അത് സോയിലോട്ട് റിലീസ് ചെയ്യപ്പെടും. എന്നിട്ടാണ് ഈ പറയുന്ന പ്ലാന്റ്സ് ആ നൈട്രജൻ എന്ത് ചെയ്യുന്നത്? അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പ്ലാന്റ്സ് ജനറലി മിനറൽസും എല്ലാ കാര്യങ്ങളും ന്യൂട്രിയൻസും വാട്ടറും എല്ലാം അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ റൈസോബിയം ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ റൈസോബിയം കൺവേർട്ട് ചെയ്തിട്ടുള്ള നൈട്രജൻ ആയിട്ടുള്ള നൈട്രേറ്റ് ഫോമിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ നമ്മൾ എന്താ വിളിക്കുക? ആ ബാക്ടീരിയസിനെ റൈസോബിയം എന്നാണ് വിളിക്കുക. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാന്റ്സ് അതുപോലെ ഈ പറയുന്ന ഫാറ്റും പ്രോട്ടീനും ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ ഫുഡിൽ അത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ്, സ്റ്റാർച്ചുകൾ എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതിൻ്റെ രൂപത്തിലേക്കൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഫാറ്റ് പ്രോട്ടീൻ്റെ രൂപത്തിലേക്കൊക്കെ ആയിട്ട് ഇവർ ഫുഡ് പിന്നീട് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അമിനോ ആസിഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട്. ഇനി റീപ്ലെനിഷ്മെന്റ് ഓഫ് സോയിൽ, അതായത് ഇപ്പോൾ ഒത്തിരി ന്യൂട്രിയൻസ് സോയിലുണ്ട്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് പ്ലാന്റ് അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും? ആ പറയുന്ന എമൗണ്ട്, ആ പറയുന്ന ന്യൂട്രിയൻസിൻ്റെ എമൗണ്ടിൽ എന്ത് ചെയ്യും? കുറവ് വരും അല്ലേ? ഡിക്ലൈൻഡ് ആയിട്ട് പോകും. അത്രയും നമുക്ക് അല്ലെങ്കിൽ നാച്ചുറലി അത്രയും കിട്ടുന്നുണ്ടാവില്ല പ്ലാന്റ്സിന് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രിയൻസ്. അതിനാണ് ആർട്ടിഫിഷ്യലി അല്ലെങ്കിൽ മാൻമെയ്ഡ് ആയിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഫെർട്ടിലൈസേഴ്സും മാനോസും ഒക്കെ യൂസ് ചെയ്യുന്നത്. അതുവഴി എന്ത് കിട്ടും? പ്ലാന്റ്സിന് നൈട്രജൻ, പൊട്ടാഷ്യം, ഫോസ്ഫറസ് പോലെയുള്ള ന്യൂട്രിയൻറ്റുകളൊക്കെ ആർട്ടിഫിഷ്യലി നമ്മൾ സപ്ലൈ ചെയ്യാണ് ചെയ്യാറ്. ഓക്കെ, ഇനി ഒരു ക്രോപ്പിന് ഒത്തിരി നൈട്രജൻ ആവശ്യമാണ്, കുറേ പ്രോട്ടീൻസ് അതിന് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഈ എന്താ പറയുക, ഒരു ഹാർവെസ്റ്റ് കഴിഞ്ഞ ഉടനെ സോയിൽ പിന്നെ എന്തായിട്ട് മാറും? അത്ര നൈട്രജൻ ഒന്നും ഇല്ലാത്ത ഡെഫിഷ്യൻ്റ് ആയിട്ട് മാറും. അപ്പോൾ പിന്നീട് നമുക്ക് എന്താ പറയുക, കൾട്ടിവേഷൻ നടത്തണം അല്ലെങ്കിൽ പ്ലാന്റ്സിനെ വളർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളവിടെ നൈട്രജൻ സപ്ലൈ ചെയ്യണം. ഒരു സൊല്യൂബിൾ ഫോമിലോട്ട് നൈട്രജന് സപ്ലൈ ചെയ്യേണ്ടത്. അതിന് നമ്മൾ ആർട്ടിഫിഷ്യലി യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഫെർട്ടിലൈസേഴ്സും മാനോഴ്സും. ഇനി അതല്ല, അതിന് പുറമെ നമ്മൾ ഈ ലെഗുമിനസ് പ്ലാന്റുകൾ എന്ന് പറയും. ലെഗുമിനസ് പ്ലാന്റിന്റെ അടിഭാഗത്ത് വേരിന്റെ അടിയിലൊക്കെ റൈസോബിയം ബാക്ടീരിയാസ് ഒത്തിരി ഉണ്ട്. അപ്പോൾ ഈ ബാക്ടീരിയാസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ പറയുന്ന നൈട്രജനെ എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ സോല്യൂബിൾ ഫോമിലേക്ക് ആക്കിയിട്ട് പ്ലാന്റിന് കൊടുക്കും. ഓക്കെ, ഒരു സോല്യൂബിൾ ഫോമിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട്. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോയിലിനെ റീപ്ലെനിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കറിയാം ഈ പറയുന്ന എന്താ ബാക്ടീരിയ അവർക്ക് സ്വന്തമായിട്ട് ഫുഡൊന്നും എന്തായാലും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അവരെന്ത് ചെയ്യും? ഈ പറയുന്ന ലെഗുമിനസ് പ്ലാന്റ് ആയിട്ടുള്ള ഗ്രാം അല്ലെങ്കിൽ പീ, മൂങ്ക്, ബീൻസ് ഇതിൻ്റെ എല്ലാം റൂട്ടിൽ എന്ത് ചെയ്യും? ജീവിക്കും. ഓക്കെ, സോ അവിടെ ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പാണ് നമുക്ക് കാണുന്നത് അല്ലേ? പ്ലാന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഷെൽട്ടർ കൊടുക്കുന്നുണ്ട്. ആർക്ക്? ഈ പറയുന്ന റൈസോബിയം അല്ലെങ്കിൽ ഈ ബാക്ടീരിയയ്ക്ക് ഒരു ഷെൽട്ടർ കൊടുക്കുന്നുണ്ട്. തിരിച്ച് റൈസോബിയം എന്താ ചെയ്യുന്നത്? പ്ലാന്റിന് നല്ലതാണ് ചെയ്യുന്നത്. സോ ഒരു മ്യൂച്വൽ സിംബയോട്ടിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. പ്ലാന്റിന് എന്ത് ചെയ്യുന്നുണ്ട്? നൈട്രജൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വേണ്ട ആ ഒരു വലിച്ചെടുക്കാൻ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫോമിലേക്ക് ആക്കിയിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതിനെയാണ് ജനറലി നമ്മൾ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറയാം. ഓക്കെ, ഇനി സെൽ എന്താണ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും അവരുടെ ബോഡിയിൽ ഒരു കുഞ്ഞു യൂണിറ്റുകളുണ്ട് അല്ലേ? കുറേ മുത്തുകൾ ചേർന്നാലല്ലേ ഒരു മാലയാവുള്ളൂ. അതുപോലെ തന്നെ ഒത്തിരി സെൽസ് ചേർന്നാലാണ് ഒരു ഓർഗാനിസം ആവുന്നത് തന്നെ. ഓക്കെ, എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെയും ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ഒരു ടൈനി യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? സെല്ലുകളാണ്. ചില ഓർഗാനിസത്തിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒറ്റ സെല്ല് മാത്രമേ ഉള്ളൂ അല്ലേ? അവരെ നമ്മൾ എന്താ വിളിക്കുക? യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് എന്ന് വിളിക്കും. എക്സാമ്പിളാണ് ഈ പറയുന്ന ബാക്ടീരിയാസ്, പിന്നെ അതുപോലെ മറ്റ് അമീബയൊക്കെ ഇതിന് എക്സാമ്പിളാണ്. യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ഇനി ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുക, നമുക്ക് സെല്ലിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അതിനൊരു ഔട്ടർ ബൗണ്ടറി ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു സെല്ല് നോക്കിക്കഴിഞ്ഞാൽ ഈ സെല്ലിൻ്റെ ഒരു ഔട്ടർ ബൗണ്ടറി ഉണ്ട്. അതിനെന്താ വിളിക്കുക? സെൽ മെംബ്രെയിൻ എന്നാണ് വിളിക്കുക. സെൽ മെംബ്രെയിൻ. ഇനി അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഡാർക്ക് സ്പോട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അത് ആ ന്യൂക്ലിയസ് പ്ലേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ ചുറ്റി നമുക്കൊരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസസ് ഉണ്ട്. അതിനെന്താ പറയാ? സൈറ്റോപ്ലാസം എന്നാണ് പറയാം. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ സെല്ലിനെ എൻക്ലോസ് ചെയ്തിട്ട് എന്തുണ്ട്? ഒരു
തിന്നായിട്ടുള്ള ഔട്ടർ ബൗണ്ടറി ഉണ്ട്. അതിനെന്താ നമ്മൾ വിളിക്കുക? സെൽ മെംബ്രെയിൻ എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. ഇനി എല്ലാ സെല്ലുകൾക്കും ഒരു ഡിസ്റ്റിങ്ക്ട് സെൻട്രലി ലൊക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഫിറിക്കൽ സ്ട്രക്ചർ ഉണ്ട്. അതിനെയാണ് ന്യൂക്ലിയസ് എന്ന് വിളിക്കുക. എല്ലാ സെല്ലുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലൊക്കെ RBC വരുന്നുണ്ട്, റെഡ് ബ്ലഡ് സെൽസ്, അതിനൊന്നും ന്യൂക്ലിയസ് ഇല്ല. ഓക്കെ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജനറലി മിക്ക സെല്ലുകൾക്കും എന്തുണ്ടാവും? ഈ പറയുന്ന സെൻട്രലി ലൊക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഫിറിക്കൽ സ്ട്രക്ചറിലുള്ള ഒരു ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ന്യൂക്ലിയസ് പാർട്ട് ഉണ്ട്. ഇനി ഈ ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ഉണ്ട്. അവരെയാണ് എന്താ വിളിക്കുക? സൈറ്റോപ്ലാസം എന്ന് പറയും. സൈറ്റോപ്ലാസം ആക്ച്വലി ഈ പറയുന്ന ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമ്മൾ നോക്കിയായിരുന്നു സെല്ലിൻ്റെ സ്ട്രക്ചർ. ഇനി പലതരം ഫോട്ടോസിന്തറ്റിക് പ്ലാന്റുകൾ നമ്മുടെ ഭൂമിയിലുണ്ട്. അപ്പോൾ സ്ലിമ്മി ആയിട്ടുള്ള ഗ്രീൻ പാച്ചസ് ഉള്ള ടൈപ്പ് ഓഫ് പ്ലാന്റ് പോലെ നിങ്ങൾക്ക് പോണ്ടിലോ അല്ലെങ്കിൽ ഒരു സ്റ്റാഗ്നന്റ് വാട്ടർ ബോഡിയിലോ കാണാൻ പറ്റും. ഓക്കെ, അവരെയാണ് എന്ത് വിളിക്കുക? ആൽഗി എന്ന് വിളിക്കുക. ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഒത്തിരി ഇങ്ങനെ പെട്ടെന്ന് സ്പ്രെഡ് ആവണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പെരുകുന്ന, അവരുടെ ഗ്രോത്ത് പെട്ടെന്നായിരിക്കും. അങ്ങനെ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് ഓർഗാനിസം ഉണ്ട് നമ്മുടെ ഈ പറയുന്ന സ്റ്റാഗ്നന്റ് വാട്ടർ ബോഡിയിലൊക്കെ. അതിനെന്താ വിളിക്കുക? ആൽഗി എന്ന് വിളിക്കും. അപ്പം ഈ ആൽഗിക്കൊക്കെ അവർക്ക് എന്തുണ്ട്? ഈ ക്ലോറോഫില്ലുകളുണ്ട്. ഈ നമ്മൾ പഠിച്ചു ഫുഡ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ, ഫോട്ടോസിന്തസിസ് നടത്താൻ. അപ്പോൾ ഈ ക്ലോറോഫില്ലിനാണ് ആക്ച്വലി ഈ പറയുന്ന ആൽഗയ്ക്ക് ആ ഒരു ഗ്രീൻ കളർ കൊടുക്കുന്നത്. അതുവഴിയാണ് അവർ എന്ത് ചെയ്യുന്നത്? ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഇവര് എന്താ പറയാ, ഈ പറയുന്ന ആൽഗയും ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് പ്രിപ്പയർ ചെയ്യും. അത് സ്റ്റാർച്ചിന്റെ രൂപത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഓക്കെ, പലതരം മോഡ്സ് ഓഫ് ന്യൂട്രീഷൻ ഉണ്ട് പ്ലാന്റിന്റെ കേസിൽ. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മളിപ്പോൾ മനുഷ്യരാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന മനുഷ്യൻ അല്ലെങ്കിൽ അനിമൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ പ്ലാന്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ചില പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു വെച്ചാൽ അവർക്ക് ഈ പറയുന്ന ഒരു ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഉണ്ട്. ലൈക്ക് ഇപ്പോൾ ഈ പറയുന്ന കസ്ക്യൂട്ട എന്ന് പറയുന്ന ഒരു ചെടി, ഒരു മരം, ഇപ്പോൾ ഈ അല്ലെങ്കിൽ ഒരു പ്ലാന്റ്. അപ്പോൾ ഈ പ്ലാന്റ് ആക്ച്വലി വേറൊരു പ്ലാന്റിനെ എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റില്ല. അപ്പോൾ വേറൊരു പ്ലാന്റിനെ എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. എന്നിട്ടാണ് അവരുടെ ആ പറയുന്ന ന്യൂട്രീഷൻ എല്ലാം അവർക്ക് ആ പറയുന്ന പ്ലാന്റ്സിന് കിട്ടാറ്. അപ്പോൾ ഇവിടെ കസ്ക്യൂട്ട പോലെയുള്ള പ്ലാന്റുകൾക്കൊക്കെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ഫിഗർ നമുക്ക് ഇവിടെ നോക്കിയാൽ ആ കസ്ക്യൂട്ട പ്ലാന്റ്സിന് ആക്ച്വലി എന്തില്ല? ക്ലോറോഫിൽ ഇല്ല. ക്ലോറോഫിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് നടത്താൻ പറ്റുള്ളൂ? ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്ലോറോഫിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ റെഡിമെയ്ഡ് ആയിട്ട് പ്ലാന്റിൽ നിന്ന് ഫുഡ് എടുക്കുകയാണ് ചെയ്യാറ്. ആര്? കസ്ക്യൂട്ടയൊക്കെ. അപ്പം ഇവർ ഏത് പ്ലാന്റിനെയാണോ അതിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന പ്ലാന്റ് ഏതാണോ ആ പ്ലാന്റിനെയാണ് ഹോസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ കസ്ക്യൂട്ട ഒരു പാരസൈറ്റിക് പ്ലാന്റ് ആണ്. കാരണം അതിന് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അത് വേറൊരു പ്ലാന്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്ലാന്റിനെയാണ് എന്ത് വിളിക്കുക? ഹോസ്റ്റ് എന്ന് വിളിക്കുക. ഈ കസ്ക്യൂട്ടിനെയാണ് എന്ത് വിളിക്കുക? പാരസൈറ്റിക് പ്ലാന്റ് എന്ന് വിളിക്കുക. പാരസൈറ്റിക് പ്ലാന്റ്, ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പാരസൈറ്റിക് എന്ന് പറയുക. സോ അതൊരു ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ആണ് രണ്ട് പ്ലാന്റുകൾ തമ്മിലുള്ള. ഓക്കെ, ഇനി കസ്ക്യൂട്ടിന്റെ വേറൊരു പേര് കൂടെ പറയും, അമർബൽ. ഓക്കെ, അമർബൽ. ഇനി ചില പ്ലാന്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്ലാന്റ്സ് ഇങ്ങനെ അവരുടെ ലീവ്സ് ഒക്കെ മോഡിഫൈ ചെയ്തിട്ട് വേറെ പല രൂപത്തിലായിട്ട് മാറും. ഒരു പിക്ചർ ലൈക്ക് പാർട്ടായിട്ട് മാറും. നിങ്ങൾ ഈ ഫിഗറിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രക്ചറായിട്ട് അത് മാറും. ലീഫ് മോഡിഫിക്കേഷൻ നടന്നിട്ടാണ് ഇത് ഉണ്ടാവുക. അതിൻ്റെ മുകളിലൊരു അടപ്പ് പോലെ ലിഡ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ പിക്ചർ ലൈക്ക് സ്ട്രക്ചർ ആക്ച്വലി ലീഫിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. പക്ഷെ ആ ലീഫിന് മോഡിഫിക്കേഷൻ വന്നിട്ടുള്ള ഒരു പാർട്ടാണ്. ഓക്കെ, അപ്പം ഇതിനെ കവർ ചെയ്തിട്ട് എന്തുണ്ട്? ഒരു ലിഡ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടച്ചു വെക്കില്ലേ, അതുപോലെ ഒരു ലിഡ് ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ട്? അത് തുറക്കാനും അടയ്ക്കാനും വേണ്ടിയിട്ട് ഒരു ലിഡ് ഉണ്ട്. അപ്പം ഈ പറയുന്ന ഇപ്പം ഏതെങ്കിലും ഒരു പ്രാണികളോ അല്ലെങ്കിൽ ഇൻസെക്ട്സ് ഒക്കെ ഈ പിക്ചറിലോട്ട് ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഈ ലിഡ് എന്താവും? ക്ലോസ് ആവും. അപ്പോൾ ഈ ഇൻസെക്ട്സ് എന്താവും? അതിനകത്ത് ട്രാപ്പ് ചെയ്യപ്പെടും. ഓക്കെ, അതിനകത്ത് ട്രാപ്പ് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്ലാന്റ്, പിക്ചർ പ്ലാന്റ് ആക്ച്വലി ഈ പറയുന്ന പ്ലാന്റിൻ്റെ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ജ്യൂസസ് ഉണ്ട്, അത് സെക്രീറ്റ് ചെയ്യും ആ പിക്ചറിലോട്ട്. അതുവഴിയാണ് ആ പ്ലാന്റ് ഈ പറയുന്ന ഇൻസെക്റ്റിനെ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ കഴിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് പ്ലാന്റ്സിനെ നമ്മൾ എന്താ വിളിക്കുക? ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് എന്ന് വിളിക്കും.
ആക്ച്വലി എന്തിനാ ഇവർക്ക് ഫോട്ടോസിന്തസിസ് നടത്തി ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള കഴിവുണ്ട്. ആർക്ക്? പിക്ചർ പ്ലാന്റ്സിന്. പക്ഷേ അവർക്ക് എല്ലാ ടൈപ്പ് ഓഫ് ന്യൂട്രിയൻസും കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് കിട്ടുന്നില്ല ആക്ച്വലി. അവർക്കും ഈ പറയുന്ന ഈ നമ്മുടെ ക്ലോറോഫിലും കാര്യങ്ങളും ഉണ്ട്, അവർക്കും ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷെ അവർക്ക് വേണ്ട, അവരുടെ വളർച്ചയ്ക്ക് വേണ്ട മേജർ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഒന്നും കിട്ടുന്നില്ല. പിന്നെ പൊതുവെ പിക്ചർ പ്ലാന്റ് ഒക്കെ വളരാറ് ഈ സ്വാമ്പി റീജിയനില്ലേ, അത്രയും ഫെർട്ടൈൽ ആയിട്ടുള്ള റീജിയനിലൊന്നും അല്ല. അപ്പൊ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു ന്യൂട്രിയൻസ് കിട്ടാത്തതുകൊണ്ട് തന്നെ അവർ ഈ ഇൻസെക്റ്റിനെ എല്ലാം ഡൈജസ്റ്റ് ചെയ്തെടുത്താണ് ന്യൂട്രിയൻസിന്റെ ആ ഒരു ഇല്ലാത്തൊരവസ്ഥേനെ മാറ്റുന്നത്. ഓക്കെ, സോ ഒരു ലിഡും പിക്ചറും ആണ് ഇവിടെ തന്നിരിക്കുന്നത്. മോഡിഫൈഡ് ലീഫ് മോഡിഫൈഡ് ആണ് പിക്ചർ. ഓക്കെ, ഇനി എന്താ സാപ്രോട്രോഫ്സ്. ഓക്കെ, സാപ്രോട്രോഫ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നിങ്ങൾ ഫംഗിനെ വരണം അല്ലേ, നമുക്ക് ഫംഗി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് എന്താ? മഷ്റൂംസ് ഒക്കെയാണ്. അപ്പൊ ഇവരെന്താ ചെയ്യുക? ഇവര് ഡയറക്റ്റ് ആയിട്ട് ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ഡൈജസ്റ്റീവ് ജ്യൂസസ് സെക്രീറ്റ് ചെയ്യും. ഏതാണ്? അപ്പോൾ അവശിഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ, ഡെഡ് ആയിട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ ആ ഡെഡ് ആയിട്ടുള്ള മാറ്ററിലോട്ടൊക്കെ ഈ പറയുന്ന ഡൈജസ്റ്റീവ് ജ്യൂസസ് ഫംഗിയോ അല്ലെങ്കിൽ സാപ്രോട്രോഫ്സ് ഒക്കെ എന്ത് ചെയ്യും? സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഓർഗാനിസംസ് ഒക്കെ. അപ്പം അതിന് നല്ല രീതിക്ക് ഡീകേ ചെയ്ത് എടുത്തിട്ട് അതിന് സൊല്യൂഷനായി കൺവേർട്ട് ചെയ്തിട്ടാണ് അവർ കഴിക്കാറ്. അപ്പോൾ ഇതിനെയാണ് എന്താ വിളിക്കുക? സാപ്രോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് വിളിക്കാം. സോ ഈ സാപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻസിനെ പ്ലാന്റ് ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. അവരെന്ത് വിളിക്കാം? സാപ്രോട്രോഫ്സ് എന്ന് വിളിക്കാം. ഇപ്പം ചില ഓർഗാനിസംസ് നിങ്ങൾ നോക്കുവാണ്, ഓക്കെ, എന്താ പറയുക, ചില ഓർഗാനിസംസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പരസ്പരം അവർ ഷെൽട്ടർ ഷെയർ ചെയ്യുന്നുണ്ടാവും, അതുപോലെ ഫുഡും ഷെയർ ചെയ്യുന്നുണ്ടാവും. ലൈക്ക് അപ്പം ഇപ്പോൾ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ കോറൽസും ഉണ്ട്, പിന്നെ സൂസാന്തല്ലയും നമുക്ക് എടുക്കാം. കോറൽസും സൂസാന്തല്ലയും എന്താ ചെയ്യാറ്? സൂസാന്തല്ല ആക്ച്വലി ഒരു ടൈപ്പ് ഓഫ് ആൽഗയാണ്. അപ്പോൾ സൂസാന്തല്ലെ കോറൽസിന് ന്യൂട്രിയൻസും ഫുഡും എല്ലാം കൊടുക്കും, തിരിച്ച് കോറൽസ് ഷെൽട്ടറാണ് കൊടുക്കാറ്. സോ അതൊരു ടൈപ്പ് ഓഫ് സിംബയോട്ടിക് റിലേഷൻഷിപ്പാണ്. സോ ചില ഓർഗാനിസംസ് പരസ്പരം ഒരുമിച്ച് ജീവിക്കാറുണ്ട്, എന്നിട്ട് അവരുടെ ഷെൽട്ടറും അല്ലെങ്കിൽ ഫുഡെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഷെയർ ചെയ്യാറുണ്ട്. അതിനെയാണ് ജനറലി നമ്മൾ എന്ത് വിളിക്കാം? ഈ പറയുന്ന സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഇപ്പൊ നോക്കി, ഇവിടെ ബ്രെഡിലൊക്കെ ഡീകേ ചെയ്തിട്ട് ഈ പറഞ്ഞ ഡൈജസ്റ്റീവ് ജ്യൂസസ് സെക്രീറ്റ് ചെയ്തിട്ട് ഫംഗീസ് വളരുന്നതാണ്. ഓക്കെ, ബ്രെഡിലൊക്കെ. അതുപോലെ നമുക്ക് ഒരു ടൈപ്പ് ഓഫ് മെഷ്റൂം ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. ഇനി ഒരു ടൈപ്പ് ഓഫ് ഓർഗാനിസംസും കൂടെ ഉണ്ട്. ലൈക്ക് ഇപ്പോൾ അതിനെന്താ വിളിക്കാം? ലൈക്കൻ എന്നാ പറയാം. ഈ ലൈക്കൻ ആക്ച്വലി ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ്. ഇവര് ജനറലി ഒറ്റ ഓർഗാനിസം ആയിട്ട് പറയാൻ പറ്റില്ല. ഇതിനൊരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ആൽഗെ ആൻഡ് ഫംഗസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ഫംഗസും ആൽഗയും തമ്മിലുള്ള ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പിനെയാണ് എന്താ വിളിക്കാം? ജനറലി ലൈക്കൺസ് എന്ന് വിളിക്കാം. കോമ്പോസൈറ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ്. ഒറ്റയ്ക്ക് അതിനെ പറയാൻ പറ്റത്തില്ല, ഒരുമിച്ചാണ് ഇവര് ജീവിക്കാറ്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ലെസണിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ലെസണായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.